നമസ്കാരം. പറയാതെ വയ്യ. ഒരു കാളയ്ക്ക് പുറകെയാണ് അയൽ നാട്ടുകാർ. അതെ, അവർക്ക് ജല്ലിക്കെട്ട് ആവശ്യം തിരികെ വേണം. തലമുറ ഭേദമില്ലാതെ തോളോട് തോൾ ചേർന്ന് അവരത് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപനത്തോട് ഐക്യപ്പെടാതെ വയ്യ. കാളക്കൂട്ടിന് മുന്നിലേക്ക് മരണം മറന്ന് എടുത്തു ചാടുന്ന മനുഷ്യനെ മറന്നോ, മൂകമായി കരയുന്ന ഒരു മിണ്ടാപ്രാണിയോ മറന്നോ അല്ല ഈ ഐക്യപ്പെടൽ. ഒരു കടലാസിറക്കി കുഴിച്ചു മൂടുന്നത് ഒരു സംസ്കാരത്തെയാണ് എന്ന് ഓർമ്മപ്പെടുത്താനാണ്. ഒരു ഏകാത്മക ദേശീയതയ്ക്കപ്പുറം കാക്കേണ്ട ഏടുകളുണ്ട് ഈ രാജ്യത്തെന്ന് ഓർമ്മപ്പെടുത്താൻ കൂടി വേണ്ടിയാണ്. അതിനെയെല്ലാം നിരോധിക്കാതെ നിയമം വഴി സംരക്ഷിച്ചും നിർത്താം. ആദ്യം ജല്ലിക്കെട്ടെന്ന നാട്ടുത്സവത്തെ ഒന്ന് ലളിതമായി പരിചയപ്പെടാം. ജല്ലി എന്നാൽ നാണയമെന്നും കെട്ടെന്നാൽ കിഴിയെന്നും മലയാളീകരിക്കാം. അതെ, ഒരു പണക്കിഴി തന്നെ. പട്ടിൽ പൊതിഞ്ഞ ആ പണക്കിഴി ഇരിക്കുന്നതാകട്ടെ ഒരു കാളക്കൂട്ടിന്റെ മുതുകിലും. ആ പോരുകാളയുടെ കൊമ്പിലേക്ക് ചാടിപ്പിടിച്ച് മുതുകിൽ നിന്ന് പിടിവിടാതെ കിടക്കാൻ ധൈര്യമുള്ളവർക്ക് ആ കിഴി സ്വന്തമാക്കാം. തമിഴ് ദേശീയ ഉത്സവമായ പൊങ്കലിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു വരുന്ന ഈ ആഘോഷ ആർപ്പുവിളികളുടെ ഇന്നലകളെ അന്വേഷിച്ചാൽ അത് അവസാനിക്കുക BC 400-ലാകും. അത്രമേൽ പഴക്കമുണ്ട് അവനിയാപുരത്തും അളകാനെല്ലൂരിലും പാലൻമേട്ടിലുമെല്ലാം ഒരു ഉച്ചഭാഷിണി മുഴക്കത്തിൽ എത്തുന്ന തമിഴരെ ഉന്മാദിയാക്കുന്ന ഈ ഉത്സവരാപ്പകലുകൾക്ക്. ഒരു തമിഴന്റെ നെഞ്ചിലേക്ക് കാതു ചേർത്താൽ ആ ഹൃദയം മിടിക്കുക ഒരു കാളക്കുളമ്പടി പോലെയാകും എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാകില്ലെന്ന് സർവരും സമ്മതിക്കുന്നതും ഈ സാഹസം അവന്റെ സിരകളിൽ അലിഞ്ഞത് എന്ന സത്യം അറിഞ്ഞു തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് ജല്ലിക്കെട്ട് വിലക്കപ്പെട്ട കനിയാകും എന്ന കടലാസ് കണ്ട നാൾ മുതൽ അവൻ അസ്വസ്ഥനാകാതെ ഇരിക്കുക? പിന്നെ എങ്ങനെയാണ് മറീന ബീച്ചിൽ അവർ തോളോട് തോൾ ചേരാതിരിക്കുക? പിന്നെ എങ്ങനെയാണ് ഒരുപാട് മുനിയാണ്ടി കോവിലുകളിൽ എല്ലാ വിലക്കുകളെയും വെല്ലുവിളിച്ച് അവർ വീരവിളയാട്ടിന് വെട്ടം കൊളുത്താതെ ഇരിക്കുക? മൃഗസ്നേഹികളുടെ, മനുഷ്യസ്നേഹികളുടെ മൂർച്ചയുള്ള നോട്ടങ്ങളെ, മുനയുള്ള വാദങ്ങളെ മറുപടി നൽകാതെ മറന്നല്ല ഈ ആൾക്കൂട്ടത്തെ ന്യായീകരിക്കുന്നത്. ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേരുന്നതാണോ ഈ പ്രാകൃത വിനോദം എന്ന ചോദ്യത്തിൽ നിന്നും ഒട്ടും തന്നെ ഒഴിഞ്ഞു മാറുന്നുമില്ല. അവരെ ചിലത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ടു പോകാം. ജല്ലിക്കെട്ട് ഒരു കാലത്തും സ്പാനിഷ് ബുൾഫൈറ്റ് പോലെ ചോരച്ചുവപ്പ് കാട്ടി കാളക്കൂറ്റന്മാരെ മരണത്തിലേക്ക് തള്ളിവിടുന്നില്ല. കാളകളെ ആദരിച്ചാചരിക്കുന്ന ആഘോഷം തന്നെയാണ് ഇത്. AC തൊഴുത്തുകൾ വരെ ജല്ലിക്കെട്ട് കുടുംബങ്ങളിലുണ്ട് എന്നത് കാണാതെ പോകരുത്. മല്ലടിക്കാനെത്തുന്നവരും കണിശമായ വ്രതാനുഷ്ഠാനങ്ങൾ പിന്നിട്ടാണ് മണ്ണിലിറങ്ങുന്നത്. ചുരുക്കത്തിൽ കേവലാനന്ദമേകുന്ന വിനോദത്തിനപ്പുറം അതിന് മാനങ്ങളേറെയുണ്ട് എന്ന് സാരം. അവിടെ മനുഷ്യന്റെ, മൃഗങ്ങളുടെ ചോര പൊടിഞ്ഞില്ല എന്ന വീരവാദങ്ങൾ വിളിച്ചു പറയുന്നുമില്ല. നിബന്ധനകൾ മറന്ന പോർക്കളങ്ങളും പലകുറി ജല്ലിക്കെട്ടിന് ആർപ്പു വിളിച്ചിട്ടുണ്ട് എന്നതും അറിയാതെ പോകുന്നില്ല. അത് നിയമത്തിന്റെ വീഴ്ചയാണ്, നിരോധനമല്ല അവിടെ പരിഹാരം. 2010 നവംബർ 27 പുറത്തു വന്ന സുപ്രീം കോടതി ഇടപെടൽ കൂടി ഓർമ്മിപ്പിക്കാം. മനുഷ്യന്, മൃഗങ്ങൾക്ക് മുറിവേൽക്കാത്ത രീതിയിൽ നിബന്ധനകളോടെ ജല്ലിക്കെട്ട് നടത്താൻ സുപ്രീം കോടതി അനുവാദം നൽകിയിരുന്നു. ജല്ലിക്കെട്ടിൽ പങ്കെടുക്കുന്ന കാളക്കൂറ്റന്മാരെ അനിമൽ വെൽഫെയർ ബോർഡിൽ രജിസ്റ്റർ ചെയ്യണം. പ്രകടനം വിലയിരുത്താൻ പ്രതിനിധികൾ വേണം. സംഘാടകർ 2 ലക്ഷം രൂപ കെട്ടിവെക്കണം. ഓരോ പോർക്കളത്തിനും പ്രത്യേക മൃഗഡോക്ടർമാരെ നിയോഗിക്കണം. ലഹരി ഉപയോഗിച്ച് ആരും തന്നെ ജല്ലിക്കെട്ടിനെത്തരുത്. ഇങ്ങനെ എണ്ണിയെടുക്കാനാകുന്ന നിബന്ധനകളൊന്നും നടപ്പാക്കാനാകാതെ പോയതിൽ ആർക്കാണ് പിഴച്ചത്? അതുകൊണ്ട് വീണ്ടും പറയട്ടെ, നിയമത്തിന്റെ വീഴ്ചയെ നിരോധനം കൊണ്ടല്ല അടച്ചുവെക്കേണ്ടത്. അതുതന്നെയാണ് പ്രസക്തമായ കാര്യം. ജല്ലിക്കെട്ട് വിവാദം അഭിസംബോധന ചെയ്യപ്പെടുന്നത് നേരായ രീതിയിലല്ല. തേവർ സമുദായവും യാദവ പരിവാരങ്ങളും ദേവേന്ദ്രകുല വെള്ളാളരുമെല്ലാം
വോട്ടിന് വരി നിൽക്കുമ്പോൾ ജല്ലിക്കെട്ട് ഓർക്കുമോ എന്നത് മുൻനിർത്തിയാകരുത് ഒരു ഭരണകർത്താവിൻ്റെയും ആലോചന. ബിരിയാണി മണക്കുന്ന കൈകൊണ്ട് ഒരു മൃഗസ്നേഹി എഴുതിയ ഒരു കത്തുമാകരുത് അവസാന നീതിവാക്യത്തിന്റെ അളവുകോൽ. ഒപ്പം നാളെ തിരയിലെത്തുമ്പോൾ ഒറ്റപ്പെട്ടു പോകുമോ എന്ന ഭയമാകരുത് ഒരു താരരാജാവിനും ജല്ലിക്കെട്ട്. ജല്ലിക്കെട്ട് എന്ന വികാരത്തിൽ രാഷ്ട്രീയം കലർത്തി വോട്ട് വീഴ്ത്താനാണ് ഇരു ദ്രാവിഡ പാർട്ടികളും എന്നും ശ്രമിച്ചിട്ടുള്ളത്. എല്ലാ തെരഞ്ഞെടുപ്പ് തട്ടുകളിലും ജല്ലിക്കെട്ട് അനുഭാവം തിരതല്ലിയെത്തിയിട്ടുമുണ്ട്. ജയലളിത ജയരാമനും മുത്തുവേൽ കരുണാനിധിയുമെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും കാലങ്ങളോളം ഈ കാളയ്ക്ക് പിറകെ ഓടിയവരാണ്. ഓരോ നീക്കവും അപ്പപ്പോൾ ജനങ്ങളെ അറിയിച്ച് ജനപ്രിയരാകാൻ ഉത്സാഹിച്ചുകൊണ്ടിരുന്നവരാണ്. സ്റ്റൈൽ മന്നനും ഉലകനായകനും ഇളയ ദളപതിയും മറ്റ് പുതുതലമുറ താരങ്ങളുമെല്ലാം പ്രതിഷേധ പക്ഷത്ത് തന്നെയാണ്. அமைதியான காலங்களில் மோதலுக்கு பயந்து விடக்கூடாது நம்ம இளைஞர்கள் என்பதற்காக அவர்களுடைய தசை நார்களை பதம் பார்க்கும் ஒரு வீர விளையாட்டாக இது இருந்திருக்கிறது. அது தொடர வேண்டும் என்பது என்னை போன்ற ஒரு சிலரது கோரிக்கை. இந்த எக்ஸிபிஷனுக்கு நான் வந்ததுக்கு காரணம் இவருடைய புகைப்பட கலை நன்றாக இருக்கிறது என்பது போக இந்த ஒரு புராதன ஒரு விஷயம் നവീന മേൽക്കത്തിയ ചിന്തകളാൽ അടിപെട്ടു പോകக்கூடாது എന്നതற்காக പലകുറി ജല്ലിക്കെട്ടിന്റെ വിധി മാറി മറിഞ്ഞതും ഈ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിൽ പെട്ടുതന്നെയാണ്. നിയമത്തിന്റെ സാങ്കേതികതയിൽ മാത്രം ഇത് നിന്നു പോകുന്നതും തിരികെ എത്തുമ്പോൾ നിബന്ധനകളെല്ലാം മറന്ന് കൊണ്ടാടപ്പെടുന്നതും ഇത് കേവലം രാഷ്ട്രീയ വായനയ്ക്കപ്പുറം വളരാത്തതുകൊണ്ട് തന്നെയാണ്. ഒപ്പം നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഈ പ്രക്ഷോഭത്തിനൊപ്പം ചേർത്ത് വായിക്കണം. അമ്മ ശോഷിച്ച് ചിഹ്നമയായതോടെ പ്രതിസന്ധിയിലായ പുതിയ അണ്ണാ DMKയും കലൈഞ്ചറുടെ ചക്രക്കസേര ഇറങ്ങിപ്പോയ പുതിയ DMKയുമാണ് തട്ടിൽ. എല്ലാത്തിനുമപ്പുറത്ത് പശുവിനെ തൊഴുന്നവരാണ് അതുക്കുമേൽ. ചെന്നൈ മറീന ബീച്ചിൽ രാത്രി വൈകിയും മൊബൈൽ വെട്ടങ്ങൾ ഉയർത്തി 1000 പേർ തമ്പടിക്കുന്നത് ഒരു അനാഥത്വത്തിന്റെ അടയാളം കൂടിയാണ്. വോട്ട് വാങ്ങിയെത്തുന്നത് ഏകാധിപത്യമായിരുന്നുവെങ്കിലും ഒന്നും പിടിച്ചുപറിക്കാൻ ആരുമെത്തില്ല എന്ന് ഈ ജനതയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. മാറി മാറി വന്ന രണ്ടിലത്തണലും സൂര്യോദയങ്ങളും അത് ഊട്ടി ഉറപ്പിച്ചു തന്നെയാണ് കടന്നുപോയതും. എന്നാൽ ഇന്ന് ഈ ആൾക്കൂട്ടത്തിന് അതിൽ അത്ര വിശ്വാസം പോരാ. അതുകൊണ്ട് തന്നെയാണ് കൊടിയുടെ നിറമില്ലാതെ ഇവർ ഒന്നിക്കുന്നതും ഒരു ചെന്നൈ വസന്തം ഉയരുന്നതും. പുതിയ രാഷ്ട്രീയ ദിശ ചൂണ്ടുന്ന ഈ ആൾക്കൂട്ടം എങ്ങനെ പിരിഞ്ഞു പോകും എന്നതും വരും നാളിൽ അവർ എവിടെ ഒത്തുചേരും എന്നതും തന്നെയാകും ഈ ജല്ലിക്കെട്ട് സമരത്തിൽ വലിയ സസ്പെൻസും. ഒപ്പം എല്ലാ പ്രത്യയശാസ്ത്രങ്ങൾക്കും പാരമ്പര്യവാദങ്ങൾക്കും അപ്പുറം വളരാൻ എളുപ്പം മതബിംബങ്ങളെ പാലൂട്ടി പരിപാലിക്കുന്നതാണ് എന്ന ചിന്താഗതി വെച്ചു പുലർത്തുന്നവരുടെ കയ്യിലാണ് കടിഞ്ഞാൺ എന്നിരിക്കെ ജല്ലിക്കെട്ട് ആവേശത്തിന് തട്ടിക്കൂട്ടുന്ന ഒരു ഓർഡിനൻസും അവസാനമാകില്ല എന്നുറപ്പ്. ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. മുറിവേൽക്കുന്നുണ്ട് മനുഷ്യനും മൃഗങ്ങൾക്കും. എന്നാൽ അത് ഉണങ്ങാനാകാത്ത മുറിവായി വളരുന്നത് നിബന്ധനകൾ മറന്നുള്ള പോർക്കളങ്ങളിലാണ്. അല്ലാത്ത പക്ഷം എളുപ്പത്തിൽ കാക്കാം ഈ ജല്ലിക്കെട്ടുത്സവത്തെ. എന്നാൽ അതിന് രാഷ്ട്രീയ ലാക്കാകരുത് പോംവഴി. ചോരയിൽ കാൽ ചവിട്ടി വോട്ട് വാരാനുള്ള നീക്കമാകരുത് ഒരു കാലത്തും സമവായ നീക്കങ്ങൾ. എന്തും ഏതും ജീവിതത്തോട് ചേർത്ത് കെട്ടുന്ന ഒരു ജനതയുണ്ട്. അവരെ മുഖവിലക്കെടുത്ത് തന്നെയാകണം. കണ്ണൂരിൽ കലോത്സവത്തിനിടെ നടന്ന കൊലവിളിക്ക് എന്തുണ്ട് ന്യായം? മറുപടി പറയേണ്ടത് ഭരിക്കുന്ന പാർട്ടിയാണ്, CPM-ഉം മുഖ്യമന്ത്രിയും. ഈ അപമാനത്തിന്, ഈ ക്രൂരതയ്ക്ക് മറുപടി പറയണം. അപലപിക്കാനും സമാധാനം ആഹ്വാനം ചെയ്യാനും ഇനി ഒരു വട്ടം തുനിയും മുൻപ് ഓർക്കണം, കണ്ണൂർ അടിപതറാത്ത ചെങ്കോട്ടയാണെങ്കിൽ കലാകേരളത്തിന് മുന്നിൽ ഈ കളങ്കം ചാർത്തിക്കൊടുത്തതും ചെങ്കൊടിയുടെ ഹുങ്ക് തന്നെയാണ്. കണ്ണൂരിന് പല മുഖങ്ങളുണ്ട്. രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പേരിൽ കണ്ണൂരിനെ ദൂരെ നിന്ന് വിലയിരുത്തി മുഖം തിരിക്കുന്നവർക്കറിയില്ല കണ്ണൂർ ഹൃദയത്തിൽ കരുതി വച്ചിരിക്കുന്ന സ്നേഹം. ഇത്തവണ സ്കൂൾ കലോത്സവത്തിനെത്തിയവർ ആ ഊഷ്മളത അനുഭവിച്ചു മടങ്ങുമായിരുന്നു. അവർ കേരളത്തോട് പറയുമായിരുന്നു, കേട്ടതൊന്നുമല്ല കണ്ണൂരെന്ന്. അത്രമേൽ കണ്ണൂരുകാർ ഏറ്റെടുത്തിരുന്നു ഈ കലാമേളയെ. മലർഹുബിന്റെ പുതുക്കപ്പൊന്നിതളുകൾ
വിരിഞ്ഞുവല്ലോ, പരിമളം പരന്നുള്ള മലർപ്പിന്റെ പുതുക്കപ്പനിഴലുകൾ വിരിഞ്ഞുവല്ലോ. ഒരൊറ്റ രാത്രിയാണ് മാറ്റിമറിച്ചത് നഷ്ടമായ ഒരു ജീവൻ. ഇത്തവണ കണക്കുപുസ്തകത്തിൽ ചേർക്കപ്പെട്ട പേര് അണ്ടല്ലൂർ സ്വദേശി സന്തോഷ്, BJP പ്രവർത്തകൻ. കൊടിയുടെ നിറവും പേരുമറിഞ്ഞാൽ നിസ്സംഗതയിലേക്ക് മടങ്ങിപ്പോകുന്ന കണ്ണൂരുകാർ മാത്രമായിരുന്നില്ല ഈ ദാരുണഹത്യയുടെ തുടർചലനങ്ങൾക്ക് ഇരയായത് എന്ന് മാത്രമാണ് പ്രത്യേകത. കലോത്സവം കലങ്ങിപ്പോയി. 15,000-ലേറെ കേരളീയർ ഒരൊറ്റ മനസ്സോടെ സംഗമിച്ച വേളയിലും ഹർത്താൽ പ്രഖ്യാപിച്ച BJPക്ക് അംഗീകരിച്ചു കൊടുക്കേണ്ടി വരുന്ന ചില ന്യായങ്ങളുമുണ്ട്. കലോത്സവത്തെ ഒഴിവാക്കിയ ഹർത്താൽ കലോത്സവത്തെ തന്നെയാണ് വലച്ചത്. അസൗകര്യങ്ങളെക്കാളേറെ അവരുടെ മനസ്സ് പൊള്ളിച്ചു കളഞ്ഞു. ക്രൂരമായി കൊല ചെയ്യപ്പെട്ട പ്രവർത്തകന്റെ മൃതദേഹവുമായി കലോത്സവ വേദിക്കരികിലൂടെ തന്നെ വിലാപയാത്ര നടത്തിയ BJP ഉദ്ദേശിച്ചത് നടന്നു. കണ്ണൂരിന്റെ കരുനിഴൽ കലോത്സവത്തിനെത്തിയ ഓരോ കുരുന്നിനെയും പിന്തുടരും എന്നതിൽ തലയുയർത്താം കൊലക്കത്തി വീശിയ രാഷ്ട്രീയക്കാർക്കെല്ലാം. എന്തുകൊണ്ടാണ് കലോത്സവത്തിനിടെ തന്നെ ഈ കുരുതി ആവർത്തിച്ചത്? അറസ്റ്റിലായ 6 CPM പ്രവർത്തകർ CPM ജില്ലാ സെക്രട്ടറിയുടെ ന്യായങ്ങൾക്ക് മുഖമടച്ചുള്ള പ്രഹരം തന്നെയാണ്. കണ്ണൂരിന്റെ തല കുനിപ്പിച്ചത്, സർക്കാരിനെയും സംവിധാനങ്ങളെയും തോൽപ്പിച്ചു കളഞ്ഞത് സ്വന്തം പാർട്ടി തന്നെയാണ് എന്നത് അംഗീകരിച്ചു മറുപടി പറയേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമാണ്. സന്തോഷിനെ കൊലപ്പെടുത്തിയത് ആരാണ് എന്നതിന് CPM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ ആദ്യം മുന്നോട്ട് വെച്ച കണ്ടെത്തൽ കേൾക്കുക. ഈ മരിച്ച സന്തോഷിന്റെ ഭാര്യയും സഹോദരിമാരും തമ്മിൽ സ്വത്ത് തർക്കമുണ്ട്. 2014 സന്തോഷിന്റെ ഭാര്യാമാതാവിനെ സ്വാധീനിച്ച് എല്ലാവർക്കും അവകാശപ്പെട്ട സ്വത്ത് തട്ടിയെടുത്തു എന്ന പരാതിയാണ് തർക്കത്തിനടിസ്ഥാനം. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ അതേക്കുറിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നാണ് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെടുന്നത്. സാക്ഷ്യപ്പെടുത്താൻ പിന്നാലെ എത്തിയത് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ CPM സംസ്ഥാന സെക്രട്ടറി. ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണോ എന്ന് പരിശോധിക്കേണ്ടത്, മറ്റെന്തെങ്കിലും പ്രശ്നത്തിൻ്റെ ഭാഗമായി നടന്ന സംഭവമാണെന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. കാരണം പാർട്ടിക്ക് അത്തരത്തിലൊരു സംഭവം അവിടെ നടത്തേണ്ടെന്ന യാതൊരു സാഹചര്യവും നിലനിൽക്കുന്നില്ല. ഇനി കേൾക്കേണ്ടത് ഈ കൊലപാതകം നടന്ന മണ്ഡലത്തിന്റെ ജനപ്രതിനിധി കൂടിയായ മുഖ്യമന്ത്രിയുടെ സമാധാനാഹ്വാനവും നടപടി പ്രഖ്യാപനവുമാണ്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കാപട്യമായിരുന്നില്ലെങ്കിൽ ആർജവത്തോടെ ഒരിക്കൽ കൂടി പറയണം, സ്വന്തം പാർട്ടി കൊലക്കത്തി താഴെയിടാൻ തയ്യാറാകുന്നില്ല എന്ന്. അധികാരത്തിന്റെ ജാഗ്രതയിലും വലുതാണ് സംഘടനാ സംവിധാനത്തിന്റെ സ്വയം പ്രഖ്യാപിത കോടതികളെന്ന് തോൽവി സമ്മതിക്കണം. കുറ്റവാളികൾക്കെതിരെ മുഖം നോക്കാതെയുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ കൂടുതൽ ശക്തവും നിഷ്പക്ഷവുമായ നടപടി മുഖം നോക്കാതെ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. സമ്മർദ്ദം ചെലുത്തി ആളെ മോചിപ്പിക്കാനുള്ളൊരു ശ്രമം അത് ശരിയല്ല എന്ന പൊതുവായ അഭിപ്രായം വന്നു. അതെല്ലാവരും അംഗീകരിച്ചു. എങ്കിലും ഒരു കൂട്ടര് ഈ ധാരണയിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിച്ച് ഒരു അക്രമ സംഭവം നടത്തിയാൽ അതിനെ തള്ളിപ്പറയും, ആ ബന്ധപ്പെട്ട പാർട്ടി തള്ളിപ്പറയും. പ്രഖ്യാപനങ്ങൾ മാത്രമല്ല, സമാധാന യോഗവും ചേർന്നു 1.5 മാസം മുൻപ്. പക്ഷേ ഒന്നും മാറിയില്ലെന്ന് കൃത്യമായ ഇടവേളകളിൽ തന്നെ CPMഉം BJPയും തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കണ്ണൂരിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ജീവൻ പൊലിഞ്ഞത് 7 പേർക്കാണ്. 4 BJP പ്രവർത്തകർക്കും 3 CPM പ്രവർത്തകർക്കും. ഒരിടവേളയ്ക്ക് ശേഷം ഇപ്പോൾ പ്രകോപനമുണ്ടായത് CPMൽ നിന്ന് തന്നെയാണ് എന്നിടത്താണ് ഭരണപക്ഷത്തിന്റെ ആത്മാർത്ഥതയും ഇച്ഛാശക്തിയും ചോദ്യം ചെയ്യപ്പെടുന്നത്. സംസ്ഥാന നേതാക്കൾ ഉത്തരവിറക്കിയല്ല, പ്രാദേശിക പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞൊഴിയാൻ വരരുത് ഇരുപക്ഷത്തെയും നേതാക്കൾ. അണികളെ നിയന്ത്രിക്കാനറിയാത്തവർ നേതാക്കളെന്ന് വിളിക്കപ്പെടാൻ യോഗ്യരല്ല. സാമൂഹ്യവും സാംസ്കാരികവുമായ ചരിത്ര പശ്ചാത്തലം കൂടിയുണ്ട് കണ്ണൂരിന്റെ ചോരമണത്തിനെങ്കിലും തുടർന്നു പോകുന്നതിൽ ഈ നേതൃത്വങ്ങൾക്ക് തന്നെയാണ് പങ്ക്. കൊലപാതകങ്ങൾ ഉണ്ടായ ശേഷം കർശനമായ നടപടി എന്ന് പ്രഖ്യാപിക്കുന്നതിൽ പുതുമയില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അത് അങ്ങയുടെ ഔദാര്യവുമല്ല. പക്ഷേ പ്രകോപനമുണ്ടാകുന്നത് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെയാണ് എന്നതിന് മറുപടി പറയാൻ താങ്കൾക്ക് ബാധ്യതയുണ്ട്. CPM പ്രവർത്തകർ തന്നെ മറ്റു പാർട്ടി പ്രവർത്തകരെ വെട്ടിക്കൊല്ലുന്നതിന് മറ്റാരാണ് രാഷ്ട്രീയ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്? കേന്ദ്രത്തിലെ അധികാരത്തിന്റെ ഹുങ്കുമായി പരസ്യമായി കൊലവിളി ഉയർത്താൻ പോലും മടിയില്ലാതായ BJP നേതാക്കളോടും പറയാനുള്ളത് ഒന്ന് മാത്രം: നിങ്ങൾക്ക് ചേരില്ല നിരപരാധിയുടെ ന്യായം.
കരയാൻ BJPക്കുമില്ല അവകാശം. 7-ൽ 3 പേരെ കൊന്നുവീഴ്ത്തിയത് BJP RSS പ്രവർത്തകർ തന്നെയാണ്. വൈ കാറ്റഗറി സുരക്ഷ എന്ന തമാശ ഉപേക്ഷിച്ചതുകൊണ്ട് മായ്ക്കാനാകാത്ത പാടുകൾ BJP കണ്ണൂരിൽ പതിച്ചു വാങ്ങിയിട്ടുണ്ട്. പാലക്കാടുണ്ടായ CPM ആക്രമണത്തിൽ പൊലിഞ്ഞ വീട്ടമ്മയുടേതടക്കമുള്ള ജീവനുകൾക്ക് വിലയിടാൻ കണ്ണൂരിലേക്ക് പരിചയ തേടരുത്. എല്ലാ ജീവനും ഒരേ വിലയാണ്. നിങ്ങളിൽ പതിഞ്ഞിരിക്കുന്ന ചോരക്കറയും എത്ര കണ്ണീരൊഴുക്കിയാലും കഴുകാനാകാത്ത അത്ര ആഴത്തിലുള്ളതാണ്. അക്രമികളാരാണ്? CPMന്റെ പ്രവർത്തകരാണ്. CPMന് വേണ്ടി അവരുടെ വരുതിക്ക് അവർ പറയുന്നതിൻ്റെ അനുസരിച്ച് അവർക്ക് വേണ്ടി ദാസ്യവേല ചെയ്യുന്നവരാണോ പോലീസ്? കേന്ദ്രത്തിലെ അധികാരത്തിന്റെ ഹുങ്ക് BJPയും സംസ്ഥാനത്തെ അധികാരത്തിന്റെ ആത്മവിശ്വാസം CPMും പ്രകടിപ്പിച്ചു തുടങ്ങിയതോടെയാണ് കണ്ണൂരിന്റെ അശാന്തി ഇത്രമേൽ കലുഷിതമായത്. പാർട്ടി നേതൃത്വത്തിലാണ് ഈ ശത്രുസംഹാരം നടക്കുന്നത് എന്ന് സമ്മതിക്കാതിരിക്കാൻ ഇനി നിങ്ങൾക്കാകില്ല. അധികാര രാഷ്ട്രീയം അക്രമത്തിനുള്ള സൗകര്യമാണോ എന്ന് കണ്ണൂരിലെ സാധാരണക്കാരോട് നിങ്ങൾ മറുപടി പറയണം. അക്രമരാഷ്ട്രീയത്തിന്റെ ഇരകളാകുന്നത് എന്നും സാധാരണക്കാർ തന്നെയാണ് എന്ന പ്രസ്താവനയെ അരാഷ്ട്രീയത്തിന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടിയാൽ ചോദ്യങ്ങൾ അവസാനിക്കില്ലെന്നും മനസ്സിലാക്കണം. BJPയാണോ സ്വന്തം പാർട്ടിയാണോ കണ്ണൂരിൽ വെല്ലുവിളിയെന്ന് ഇടത് സർക്കാർ വ്യക്തമായി മറുപടി പറയണം. കത്തി താഴെയിടാൻ എതിരാളികളോട് പറയും മുൻപ് ജീവിതം നിശബ്ദമാക്കുന്ന കൊലവിളികൾ സ്വന്തം രാഷ്ട്രീയത്തെ കൂടിയാണ് കൊന്നുകളയുന്നതെന്ന് സ്വന്തം പാർട്ടിക്കാരോട് പറയണം. ജീവന് വിലയില്ലാത്ത ഒരു രാഷ്ട്രീയത്തിന്റെയും ന്യായം കണ്ണൂരിനും കേരളത്തിനും സ്വീകാര്യമല്ല എന്ന് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അസഹിഷ്ണുതയുടെ അസഹനീയമായ മറ്റൊരു മുഖം തുറന്നിട്ടത് കശ്മീരിൽ നിന്നാണ്. ഒരു സിനിമയിലൂടെ രാജ്യത്തിന്റെ ആകെ ഇഷ്ടം പിടിച്ചുവാങ്ങിയ പെൺകുട്ടിക്ക് നേരെ മതരാഷ്ട്രീയ ഭ്രാന്തരുടെ കൊലവിളി ഉയർന്നപ്പോൾ സിനിമ കണ്ടവരല്ല, രാജ്യം തന്നെയാണ് തലതാഴ്ത്തിയത്. ദംഗലിലെ സൈറ വസീമിന് സമൂഹ മാധ്യമങ്ങളിലൂടെ മാപ്പ് പറയേണ്ടി വന്നത് നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങളുടെ ഏറ്റവും അപകടകരമായ സമകാലത്തെ വെളിച്ചത്ത് നിർത്തുന്നു. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയം കൊച്ചുകുട്ടികളെപ്പോലും വേട്ടയാടുന്നത് രാജ്യത്ത് ശക്തിപ്പെടുന്ന ഫാസിസ്റ്റ് വിരുദ്ധ മുന്നേറ്റങ്ങളെ അപ്പാടെ പിന്നോട്ട് വലിക്കുന്നതാണ് എന്ന് നിരാശയോടെ പറയാതെ വയ്യ. വിപരീത സാഹചര്യങ്ങളോട് പൊരുതി ലോകോത്തര നേട്ടത്തിലെത്തുന്ന 2 പെൺകുട്ടികളുടെ കഥയാണ് ആമിർ ഖാന്റെ ദംഗൽ വെള്ളിത്തിരയിലെത്തിച്ചത്. ചിത്രത്തിൽ ഏറ്റവും ശ്രദ്ധ നേടിയ നായികയുടെ കുട്ടിക്കാലം അവതരിപ്പിച്ചത് കശ്മീരിൽ നിന്നുള്ള യുവപ്രതിഭ സൈറ വസീമാണ്. ചിത്രത്തിലെ ഗംഭീര പ്രകടനത്തിന്റെ പേരിൽ സൈറ അങ്ങേയറ്റം പ്രശംസിക്കപ്പെടുകയും ചെയ്തു. ചിത്രം ലോകത്തിന്റെ ശ്രദ്ധ നേടി മുന്നേറിക്കൊണ്ടിരിക്കെയാണ് സൈറ വസീം കുടുംബത്തോടൊപ്പം ജമ്മു കശ്മീർ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തിയുമായി കൂടിക്കാഴ്ച നടത്തിയത് വിവാദമായത്. മുഖ്യമന്ത്രി സൈറയുടെ മികച്ച പ്രകടനത്തെ അനുമോദിക്കുകയും ചെയ്തു. എന്നാൽ കശ്മീരിലെ പോരാടുന്ന ജനതയെ വഞ്ചിക്കുന്ന രാഷ്ട്രീയ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി എന്ന പേരിൽ അതിരൂക്ഷമായ ആക്രമണമാണ് സമൂഹമാധ്യമങ്ങളിലൂടെ സൈറയ്ക്ക് നേരിടേണ്ടി വന്നത്. അസഭ്യപ്രയോഗങ്ങളും ശാപവർഷങ്ങളും നേരിടാനാകാതെ ഈ 16-കാരിയും കുടുംബവും കടുത്ത സമ്മർദ്ദത്തിലായി. ചിത്രം ഇറങ്ങും മുൻപ് തന്നെ ചിത്രത്തിലെ വേഷത്തിന്റെ പേരിലും സമീപനത്തിന്റെ പേരിലും സൈറയ്ക്ക് നേരെ യാഥാസ്ഥിതികവാദികളും ആക്രമണം തുടങ്ങിയിരുന്നു. രാഷ്ട്രീയം കൂടി കലർത്തിയതോടെ ആക്രമണം താങ്ങാനാകാതെ സൈറ സമൂഹമാധ്യമങ്ങളിലൂടെ മാപ്പപേക്ഷിച്ചു. 16 വയസ്സുള്ള ഒരു കുട്ടിയാണെന്നോർക്കണമെന്ന് അവൾക്ക് ലോകത്തോട് ദയ തേടേണ്ടി വന്നു. ചെയ്തു പോയതിലെല്ലാം ഖേദിക്കുന്നുവെന്ന് അവൾ തലകുനിച്ചു. അഭിമാനിക്കാൻ ഒന്നുമില്ലെന്ന് നിരാശപ്പെട്ടു. തന്നെ ആരും മാതൃകയാക്കരുത് എന്ന് ആണ്ടുപോയ അപമാനത്തിൽ നിന്ന് ഈ കുരുന്നിനെ കൊണ്ട് പറയിച്ചതാരായാലും തല താഴ്ത്തേണ്ടത് ഈ രാജ്യമാണ്. നമ്മൾ അസഹിഷ്ണുതയെക്കുറിച്ച് പ്രബന്ധങ്ങൾ രചിക്കുമ്പോഴാണ് ഈ മുഖത്തടി. ഞങ്ങൾ തീരുമാനിക്കുന്ന ശരികളിലൂടെ മാത്രം സഞ്ചരിക്കണമെന്നാവശ്യപ്പെടാൻ രാജ്യത്ത് ആർക്കാണ് അവകാശം? അസഹിഷ്ണുത ഏത് രൂപത്തിൽ നിറം മാറിയെത്തിയാലും ചോദ്യം ചെയ്യുക തന്നെ വേണം. ഒരു 16-കാരി പെൺകുട്ടിയെ ഇത്രയും കഠിനമായ അപകർഷതാബോധത്തിലെത്തിച്ച സാഹചര്യം ഇരുത്തി ചിന്തിപ്പിക്കണം. മുസ്ലിം മതമൗലികവാദികളുടെ രാഷ്ട്രീയം അതേപടി പകർത്തിയില്ല എന്നത്
ഒറ്റുകാരിയായി പ്രഖ്യാപിക്കുന്നതിനുള്ള ലൈസൻസ് ആകുന്നത് എങ്ങനെയാണ്? സൈറ എന്തിന് ഖേദം പ്രകടിപ്പിച്ചു എന്ന് ചോദിക്കുന്നവരുണ്ട്. നിലപാടിലും വ്യക്തിസ്വാതന്ത്ര്യത്തിലും ഉറച്ചു നിൽക്കാഞ്ഞതെന്ത് എന്ന് ചോദിക്കുന്നവർ. കശ്മീരികളുടെ സ്വതന്ത്ര നിലപാടിന് വേണ്ടി കൈ ഉയർത്തുമ്പോഴും താഴ്വരയുടെ അസഹിഷ്ണുതയുടെ ഇരുണ്ട ചരിത്രവും മറക്കാൻ പാടില്ല എന്നാണ് അതിനുള്ള മറുപടി. ഇതാദ്യമായല്ല പ്രതിഭാശാലികൾക്ക് നേരെ പോലും യാഥാസ്ഥിതികത്വവും മതവാദവും കല്ലെറിയുന്നത്, അവരെ തകർത്ത് താഴെ വീഴ്ത്തുന്നത്. ഒരുപാട് കാലം പിന്നിലേക്ക് പോകേണ്ടതൊന്നുമില്ല. ഈ ദശകത്തിൽ തന്നെ ആവശ്യത്തിന് കറുത്ത ഉദാഹരണങ്ങളുണ്ട്. 2013 പ്രകാശ് എന്ന പെൺകുട്ടികളുടെ ബാൻഡിന് നേരെയും സമാനമായ ആക്രമണങ്ങളുണ്ടായത്. മതവാദികളുടെ ഫത്വ ഉയർന്നു. സമൂഹമാധ്യമങ്ങളിൽ രൂക്ഷമായ ആക്ഷേപമുണ്ടായി. 3 10ാം ക്ലാസ്സുകാരികളായ മിടുക്കികൾ പിന്നീട് അവരുടെ പ്രതിഭ പ്രകടിപ്പിക്കാൻ പോലും ധൈര്യപ്പെട്ടിട്ടില്ല. 90കളിൽ സംസ്ഥാനത്ത് സിനിമാ തിയേറ്ററുകൾ അടച്ചിടാൻ പ്രക്ഷോഭം നടത്തിയ തീവ്രവാദികളും വിഘടനവാദികളും യാഥാർത്ഥ്യമായിരുന്നുവെന്നും മറക്കാറുമായിട്ടില്ല. സൈറ ആക്രമണം നേരിട്ടപ്പോൾ ആമിർ ഖാൻ അടക്കമുള്ളവർ പിന്തുണയുമായി എത്തിയെങ്കിലും ഉലഞ്ഞുപോയ ആത്മവിശ്വാസം തിരിച്ചുപിടിക്കാൻ മാത്രം ബലം അതിനുണ്ടായിരുന്നില്ല. കശ്മീർ ഒറ്റപ്പെട്ടു നിൽക്കുന്നു എന്ന് പറയാൻ ഇനിയും അവസരമൊരുക്കാതിരിക്കേണ്ടത് കശ്മീർ ജനതയ്ക്കൊപ്പം ജനാധിപത്യ വിശ്വാസികളുടെയെല്ലാം ഉത്തരവാദിത്തമാണ്. മതതീവ്രവാദത്തിന്റെയും തീവ്ര രാഷ്ട്രീയത്തിന്റെയും കൊലവിളികൾ ഇന്ത്യക്കും കശ്മീരിനും ഇപ്പോൾ കേരളത്തിന് വരെയും പുതിയ അനുഭവമല്ല. തങ്ങൾ കലോസരമാകുന്ന തലയെടുപ്പുകളെ കൂട്ടായ ആക്രമണങ്ങളിലൂടെ നിശബ്ദരാക്കുക എന്നത് ഫാസിസ്റ്റുകൾ ലോകമാകെ പയറ്റുന്ന അതിനീചമായ അടവാണ്. സൈറ എന്ന നിഷ്കളങ്കയായ കൗമാരക്കാരി അതിന്റെ ഒടുവിലത്തെ ഇരയാകണം എന്നത് മാത്രമാണ് രാജ്യമനസ്സിന്റെ ആവശ്യം. ജനാധിപത്യത്തിലും മനുഷ്യസ്നേഹത്തിലും വിശ്വസിക്കുന്നവർ ഏറ്റെടുക്കേണ്ട വലിയ ഉത്തരവാദിത്തം. ഇനിയും സൈറമാർ തലകുനിക്കേണ്ടി വരരുത്. പറയാതെ വയ്യ വീണ്ടും അടുത്തയാഴ്ച. നമസ്കാരം.